ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ പാർട്ട് 14 വീഡിയോ ആയിട്ടാണ്. സോ ഏതാണ് വരുന്നത്? പവർ സിസ്റ്റം ആണ് അല്ലേ? പവർ സിസ്റ്റം ട്രാൻസ്മിഷൻ അല്ലേ? ജനറേഷൻ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒമ്പതാമത്തെയോ എട്ടാമത്തെയോ മൊഡ്യൂളാണ് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. യെസ്, എട്ടാമത്തെ മൊഡ്യൂളാണ് അല്ലേ? യെസ്, പവർ സിസ്റ്റമായിട്ട് ആണ് നമ്മൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് ബാക്കിയുള്ള 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ കുറേ നാളായില്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടല്ലേ. സോ ഈ രീതിയിലൊരു റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് പണിയുണ്ട് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. സ്ക്രീൻ റെക്കോർഡ് ചെയ്യണം, അതിൻ്റെ കൂടെ തന്നെ മൈക്ക് റെക്കോർഡ് ചെയ്യണം, ദെൻ വീഡിയോ വേറൊരു ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യണം, ലൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സോ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ രീതിയിൽ പൊതുവെ ചെയ്യാത്തത്. കാരണം ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ള എക്സ്ട്രാ ടൈമിലാണ് ഈ പരിപാടിക്ക് നിൽക്കാറ്. ഇപ്പം രാത്രി ലേറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വീണ്ടും ഇരിക്കുക എന്ന് പറയുന്നതും അതുപോലെ ഒരു ക്യാമറേൻ്റെ മുന്നിലിരിക്കുമ്പോൾ കുറച്ചൊരു വൃത്തിയിലൊക്കെ വരണ്ടേ അല്ലേ? സോ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം സ്ക്രീൻ റെക്കോർഡ് ചെയ്തതേ ഉള്ളൂ. സോ ഇന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. സോ തുടങ്ങിയാലോ? ഇന്ന് കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദി നോളജ് ഓഫ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ്. ഓക്കെ, ഏത് ടെക്നിക്കൽ എക്സാം ആയിക്കോട്ടെ, അതിപ്പോൾ നിങ്ങളിപ്പോൾ ITI ലെവല്, ദെൻ ഡിപ്ലോമ ലെവല്, ഡിഗ്രി ലെവല്, ദെൻ എബോവ് ഡിഗ്രി ലെവല്, അങ്ങനെയുള്ള ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ എക്കണോമിക്സ് ഓഫ് പവർ ജനറേഷൻ പഠിക്കുന്ന സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് ലോഡ് കർവ്. ഓക്കെ, ലോഡ് കർവിൽ തന്നെ മാക്സിമം ഡിമാൻഡ്, ആവറേജ് ഡിമാൻഡ്, ദെൻ ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, യൂട്ടിലൈസേഷൻ ഫാക്ടർ, കപ്പാസിറ്റി ഫാക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് ഏത് എക്സാം ആയാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്. ഇതുവരെയുള്ള കേരള PSCയുടെ ഏകദേശം ഒരു 10ഓളം എക്സാം കഴിഞ്ഞു അല്ലേ? അതിലൊക്കെ ഈ സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? വെദർ ഇറ്റ് ഈസ് RRB JEE, SSC JEE ആയാലും നിങ്ങളിത് അറിഞ്ഞിരിക്കണം കേട്ടോ. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പരമാവധി എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കുക. അതിൽ വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ കേട്ടോ. ലോഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, യൂട്ടിലൈസേഷൻ ഫാക്ടർ, അത്ര വരെ അതിനകത്ത് പറയുന്നുള്ളൂ. ഓക്കെ, ലോഡ് ഡ്യൂറേഷൻ കർവും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? അത് നോക്കിയിട്ട് നോട്ട് എഴുതുക. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് ലോഡ് കർവ്? ലോഡ് കർവ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ്, ഇറ്റ് ഈസ് ദി വേരിയേഷൻ ഓഫ് ലോഡ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, ഒരു സ്പെസിഫിക് ജനറേറ്റിംഗ് പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ, ഒരു ജനറേറ്റിംഗ് സ്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? ലോഡ് എപ്പോഴും വേരിയിങ് ആയിരിക്കും അല്ലേ? നമുക്കിപ്പം രാവിലെ വേണ്ടത് ഇത്ര യൂണിറ്റ് ജനറേഷൻ. ഞാൻ ഈ ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് പറയാം. എല്ലാവരും ഈ ഒരു ഫിഗർ നോക്കിക്കോളൂ. ഇതിപ്പോൾ ഒരു ഡെയിലി ലോഡ് കർവാണ്. എന്താണ് ഡെയിലി ലോഡ് കർവിൻ്റെ പ്രത്യേകത? ഒരു ദിവസത്തെ ലോഡ് ഡ്യൂറേഷൻ ആയിരിക്കും ഡെയിലി ലോഡ് കർവിൽ കാണിക്കുക. ദെൻ മന്ത്ലി ലോഡ് കർവാണെങ്കിലോ ഒരു മാസത്തെ ലോഡ് ഡ്യൂറേഷൻ കാണിക്കും. ദെൻ ഇയർലി ലോഡ് കർവാണെങ്കിലോ ഒരു വർഷത്തെ ലോഡ് ഡ്യൂറേഷൻ കാണിക്കും. ഓക്കെ, സോ ഇതൊരു ഡെയിലി ലോഡ് കർവാണ്. സോ രാത്രി 12 മണി മുതൽ പിറ്റേ ദിവസം രാത്രി 12 മണി വരെയുള്ള ആ ഡ്യൂറേഷനിൽ ലോഡിന് എന്താണ് വേരിയേഷൻ, ഓക്കെ, ഏത് തരത്തിലാണ് ലോഡ് വേരി ചെയ്യുന്നത് കാണിക്കുന്നതാണ് കേട്ടോ. പുലർച്ചെ ലോഡ് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പതുക്കെ രാവിലെ ആയപ്പം ലോഡൊന്ന് കൂടി കേട്ടോ. ചിലപ്പോൾ രാവിലത്തെ സമയത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ എല്ലാവരും ലൈറ്റ് ഓൺ ചെയ്തു, അങ്ങനെ ലോഡ് കൂടിയതാവാം കേട്ടോ. ലോഡ് കൂടി അല്ലേ? ഇപ്പോൾ ഇത്രത്തോളം ലോഡായി. ദെൻ പതുക്കെ അതിൻ്റെ ലോഡ് കുറഞ്ഞു. 10 മണി 12 ഉച്ച സമയത്തൊക്കെ ലോഡൊന്ന് കുറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം എന്താണ് പതുക്കെ ഒന്ന് ലോഡ് കൂടി. ഓക്കെ, ചൂടായതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും ഫാനൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ദെൻ വൈകുന്നേരം ഒരു 4 മണി 6 മണി സമയത്ത് വീണ്ടും ലോഡ് കൂടി അല്ലേ? പീക്ക് ടൈമാണ് അല്ലേ? 6 മണി 8 മണിയൊക്കെ എന്താണ് പീക്ക് ടൈമാണ്. മിക്കവാറും എല്ലാവരും തിരിച്ചെത്തി വീട്ടിലെ ഗൃഹോപകരണങ്ങളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? സോ അപ്പോഴെന്താണ് ലോഡ് കൂടി. ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് ആവാം കേട്ടോ. ഈ രീതിയിലൊക്കെ ആവാമായിരുന്നു. പക്ഷേ ഈ സ്പെസിഫിക് ലോഡ് കർവ് ഇങ്ങനെയാണ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. ഇതൊരു ജനറേറ്റിംഗ് സ്റ്റേഷൻ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണോ എന്ന് നമുക്കറിയില്ലല്ലോ. സോ പിന്നെ ഏകദേശം ഒരു 12 മണിയാകുമ്പോഴേക്കും എന്താണ് എല്ലാവരും കിടന്നു. അപ്പോൾ എന്താണ് ലോഡ് പരമാവധി കുറഞ്ഞു. സോ ഇതാണ് നമ്മുടെ ലോഡ് കർവ് അല്ലെങ്കിൽ ലോഡ് ഡ്യൂറേഷൻ കർവ് എന്നും പറയും കേട്ടോ. യെസ്, ദി കർവ് ഷോയിങ് ദി വേരിയേഷൻ ഓഫ് ലോഡ് ഓൺ ദി പവർ സ്റ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കോൾഡ് ലോഡ് കർവ്. ഇതൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്. ദി കർവ് ഷോയിങ് വേരിയേഷൻ ഓഫ് ലോഡ് ഓൺ ദി പവർ സ്റ്റേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് കോൾഡ് ഡാഷ്. ദെൻ ലോഡ് കർവ് ഷോസ് ദി വേരിയേഷൻ ഓഫ് ഡാഷ്, ഓക്കെ, ഡാഷ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, അപ്പോൾ അവിടെ കൊടുക്കുന്നെങ്കിൽ ലോഡ്, മാക്സിമം ഡിമാൻഡ്,
അല്ലെങ്കിൽ ആവറേജ് ലോഡ് എന്നൊക്കെ കാണിക്കും. അതാണ് ലോഡിൻ്റെ വേരിയേഷൻ കേട്ടോ. ലോഡ് ഇൻ മെഗാവാട്ട്, ലോഡ് ഇൻ കിലോ വാട്ട്, ലോഡ് ഇൻ വാട്ട്, ആ രീതിയിലായിരിക്കും ഇതിൻ്റെ വേരിയേഷൻ കാണിക്കുക കേട്ടോ. അത് മനസ്സിലാക്കുക. ഇനി ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ സാധാരണയായിട്ടൊരു പവർ സ്റ്റേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളതിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓക്കെ, ബേസ് ലോഡ് പ്ലാന്റും പീക്ക് ലോഡ് പ്ലാന്റും. ഓക്കെ, ബേസ് ലോഡ് പ്ലാന്റും പീക്ക് ലോഡ് പ്ലാന്റും. അപ്പോൾ എന്താ, ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ഇവിടെ ഒരു പീക്ക് പോയിന്റ് കണ്ടോ, ടോപ്പ് പോയിന്റ് കേട്ടോ. ഈ ഒരു ലോഡ് കർവിൻ്റെ ടോപ്പ് പോയിന്റ് ഇതാണല്ലേ, ഇതാണ് ഏറ്റവും പീക്കായിട്ടുള്ള വാല്യൂ. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന പേര് പീക്ക് വാല്യൂ അല്ലേ, ഇതാണ് നമ്മുടെ പീക്ക് വാല്യൂ. ഇത് നമ്മൾ പറയുന്ന പേര് മാക്സിമം ഡിമാൻഡ് എന്നാണ് കേട്ടോ. മാക്സിമം ഡിമാൻഡ് എന്നാണ് ഇത് നമ്മൾ പറയുന്ന പേര്. ഈ പീക്ക് വാല്യൂ എന്ന് പറയുന്ന പേര് മാക്സിമം ഡിമാൻഡ്. അപ്പോൾ ഇവിടുത്തെ മാക്സിമം ഡിമാൻഡ് എത്രയായിരിക്കും? 6 യൂണിറ്റ് അല്ലേ, 6 മെഗാവാട്ട് ആയിരിക്കും ഇവിടുത്തെ മാക്സിമം ഡിമാൻഡ്. ദെൻ സപ്പോസ് ഈ ഒരു ഗ്രാഫിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് സപ്പോസ് ഇതാ ഈ രീതിയിലാണെന്ന് വിചാരിച്ചോ, ഏകദേശം 3ൽ കൂടിയാണ് കിടന്ന് വിചാരിച്ചോ. നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ആവറേജ് വാല്യൂ ആയ ഈ ലോഡിൻ്റെ ആവറേജ് വാല്യൂവിന് നമ്മൾ എന്ത് പറയും? ആവറേജ് ഡിമാൻഡ് അല്ലെങ്കിൽ ആവറേജ് ലോഡ് എന്നൊക്കെ പറയും കേട്ടോ. സോ ഇവിടെ നമുക്ക് ആവറേജ് ഡിമാൻഡ് എന്തായിട്ട് എടുക്കാം? ഒരു 3 മെഗാവാട്ടായിട്ട് എടുക്കാം. ദെൻ പീക്ക് ഡിമാൻഡ്, ഓക്കെ, അല്ലെങ്കിൽ പീക്ക് വാല്യൂ എത്രയാണ്? 6 മെഗാവാട്ടായിട്ട് എടുക്കാം. ഓക്കെ, അതോർത്ത് വെക്കാം. ദെൻ സാധാരണയായിട്ട് നമ്മൾ പീക്ക് ലോഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പവർ പ്ലാന്റുകളെ പീക്ക് ലോഡ് പവർ പ്ലാന്റ് എന്ന് പറയും. ദെൻ നമ്മുടെ താഴെയുള്ള കണ്ടോ, ഈ ഒരു കണ്ടോ ഏറ്റവും ബേസിലുള്ള ആ ലോഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബേസ് ലോഡ് പവർ പ്ലാന്റുകൾ യൂസ് ചെയ്യും. ഓക്കെ, ബേസ് ലോഡ് പവർ പ്ലാന്റുകൾ യൂസ് ചെയ്യും. അതായത് ആ ബേസ് ലോഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ പവർ പ്ലാന്റുകളാണ് ഓണാക്കുന്നത് അതിന് നമ്മൾ പറയുന്നവർ ബേസ് ലോഡ് പവർ പ്ലാന്റ്. സാധാരണയായിട്ട് ബേസ് ലോഡ് പവർ പ്ലാന്റുകളായിട്ട് യൂസ് ചെയ്യുക യൂണിറ്റ് ജനറേഷൻ കോസ്റ്റ് ഏറ്റവും കുറവായിട്ടുള്ള പവർ പ്ലാന്റുകളാണ്. ഓക്കെ, ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ രീതിയിൽ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് ജലവൈദ്യുത നിലയങ്ങൾ അല്ലേ. സോ പൊതുവെ ജലവൈദ്യുത നിലയങ്ങളൊക്കെ നമ്മൾ ഏതിനാണ് യൂസ് ചെയ്യുക? ബേസ് ലോഡ് പ്ലാന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുക. ദെൻ ഈ റൺ ഓഫ് റിവർ പ്ലാന്റ് ഉണ്ടാവില്ലേ, റൺ ഓഫ് റിവർ പ്ലാന്റ് പറയുന്നത് നമ്മൾ ഈ പോണ്ടേജ് ഒന്നും ഒരുക്കാതെ, റിസർവോയർ ഒന്നും ഒരുക്കാതെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് പോകുന്നത്, ചിലപ്പോൾ ഒരു വലിയ വെള്ളച്ചാട്ടമാവാം അല്ലേ, ചിലപ്പോൾ പുഴകളാവാം, റിസർവോയർ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളതാവാം. അപ്പോൾ എന്താണ്, അവരെ നമുക്കൊരിക്കലും കെട്ടി നിർത്താൻ വേണ്ടി പറ്റില്ല. അതിങ്ങനെ ഒലിച്ചു പോയാൽ തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ റൺ ഓഫ് റിവർ പ്ലാന്റ് എന്ന് പറയും. അതായത് ഒഴുകിപ്പോയി വേസ്റ്റ് ആവുന്ന തരം പ്ലാന്റുകൾ. ഓക്കെ, സോ നമ്മൾ ആ വെള്ളം എന്തായാലും വേസ്റ്റ് ആയി പോകുമല്ലോ. അപ്പോൾ നമ്മൾ അതിനെ ഒരിക്കലും ഒരു പീക്ക് ലോഡിനെ ഡിമാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും യൂസ് ചെയ്യില്ല. ഏതായാലും അത് ഒഴുകി പോകുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴൊക്കെയാണോ അതിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോഴൊക്കെ നമ്മളത് യൂസ് ചെയ്യും. സോ അതിന് നമ്മൾ ബേസ് ലോഡ് പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യും. അതേപോലെ റിസർവോയർ പ്ലാന്റുകളിൽ നമ്മൾ ബേസ് ലോഡ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യും കേട്ടോ. സോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ജലവൈദ്യുത നിലയങ്ങളെ ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സോ നമ്മൾ ബേസ് ലോഡ് പ്ലാന്റ് ആയിട്ട് ഏതിന് യൂസ് ചെയ്യും? ജലവൈദ്യുത നിലയങ്ങൾ യൂസ് ചെയ്യും. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? കോള് യൂസ് ചെയ്തിട്ടുള്ള തെർമൽ പവർ പ്ലാന്റുകളാണ്. കാരണം ഇന്ത്യയിൽ നോർത്ത് സൈഡിലും അല്ലെങ്കിൽ ഒരു മിഡിൽ ഭാഗത്തൊക്കെ എന്താണ്, കോളിൻ്റെ നിക്ഷേപം വളരെ കൂടുതലായിട്ടുണ്ട്. സോ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? നമ്മൾ ബേസ് ലോഡ് പ്ലാന്റ് ആയിട്ട് തെർമലും യൂസ് ചെയ്യും, ഹൈഡ്രോയും ഒക്കെ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് ന്യൂക്ലിയർ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ബേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. ദെൻ ഏതാണ് പീക്കായിട്ട് യൂസ് ചെയ്യുക? പീക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതേ ഹൈഡ്രോ തന്നെ പീക്കായിട്ട് യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പം ഹൈഡ്രോ വിത്ത് റിസർവോയർ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സോ പീക്ക് ലോഡിൻ്റെ പ്രത്യേകത, പീക്ക് ലോഡിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പവർ പ്ലാന്റുകൾ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അതായത് എനിക്ക് പെട്ടെന്ന് റിക്വയർമെൻ്റ് വന്നു, ലോഡ് പെട്ടെന്ന് കൂടി അല്ലേ, ഇങ്ങനെ കൂടി എന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ലോഡിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ചിലപ്പോൾ ഒരു 10 മെഗാവാട്ട് വേഗം വേണ്ടി വരും. സോ ആ 10 മെഗാവാട്ട് വേഗം തരണമെങ്കിൽ ക്വിക്ക് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൊരു പവർ പ്ലാന്റ് ആയിരിക്കണം അല്ലേ. സോ നമ്മൾ ഹൈഡ്രോ വിത്ത് റിസർവോയർ, ഹൈഡ്രോ വിത്ത് പോണ്ടേജ്, നമുക്കൊരു വെള്ളം കെട്ടി നിർത്താനുള്ള സാഹചര്യമുള്ള എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഹൈഡ്രോകൾ നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ദെൻ ഡീസൽ പവർ പ്ലാന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? പീക്ക് പ്ലാന്റുകളായിട്ട് യൂസ് ചെയ്യും കേട്ടോ. കോസ്റ്റ്ലി ആണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പീക്ക് പ്ലാന്റുകളായിട്ട് യൂസ് ചെയ്യും. കാരണം ക്വിക്ക് സ്റ്റാർട്ടിംഗ് ആണ്. ഡീസൽ പവർ പ്ലാന്റിൻ്റെ കേസിൽ ജനറേറ്റേഴ്സ് നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ഈ ഒരു പിക്ചറിൽ നിന്ന് കിട്ടി, പഠിച്ചോളണേ.
ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദി ഏരിയ അണ്ടർ ദി ഡെയിലി ലോഡ് കർവ് റെപ്രസെൻറ്റ് നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ് ഓൺ ദ ഡേ. അതായത് ഈ ഏരിയയില്ലേ, ഈ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് യൂണിറ്റ് ജനറേറ്റഡ്. എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്തോ അതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല കേട്ടോ. അപ്പോൾ എന്താ കൺസെപ്റ്റ് എന്താ? ഇതിൻ്റെ എക്സ് ആക്സിസിൽ പവർ അല്ലേ, വൈ ആക്സിസിൽ എന്താ? എക്സ് ആക്സിസ് അല്ല, വൈ ആക്സിസിൽ പവർ, എക്സ് ആക്സിസിൽ ടൈം അല്ലേ. സോ പവർ ഇൻറ്റു ടൈം എന്താ? ഓക്കെ, പവർ ഇൻറ്റു ടൈം എന്താ? അത് എനർജി അല്ലേ, എനർജിയാണ് അല്ലേ. സോ നമുക്ക് ഈ ഒരു ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന സാധനം എന്താ? അത് എനർജി തന്നെയാണ്. ദെൻ വേറൊരു കൺസെപ്റ്റ് പറയുന്നത്, ഈ ഒരു ഗ്രാഫ് വരച്ചു അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ടൈമിനെ ചെറിയ ഡ്യൂറേഷനുള്ള ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തു വിചാരിച്ചോ. ഓക്കെ, ഈ ഒരു ഗ്രാഫിനെ ചെറിയ ഡ്യൂറേഷൻ, ഓക്കെ, 10:0 ആയിട്ട് വരുന്ന കുറേ പീസസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് അതിനെ മുഴുവൻ ആഡ് ചെയ്തു. ഓക്കെ, സോ കണ്ടിന്യൂസ് അഡീഷൻ അല്ലേ അത്? കണ്ടിന്യൂസ് അഡീഷൻ എന്ന് പറഞ്ഞ സാധനം എന്താ? അത് ഇൻ്റഗ്രേഷനാണ്. ഓക്കെ, ഇൻ്റഗ്രേഷൻ. സോ നമുക്ക് എന്ത് ചെയ്യും? പവറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി കിട്ടും. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എഴുതി വെക്കുക. ഓക്കെ, പവർ എന്നൊക്കെ ഓരോ ചെറിയ മൊമെൻറ്റിലുള്ള പവറിനെയാണ് ഞാനിങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. സോ പവറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? എനർജി അല്ലേ. സോ നമുക്ക് ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഈ സാധനം എനർജിയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, സിമ്പിൾ സാധനമാണ്. പിന്നെ ഒരിക്കലും തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. യെസ്, സോ ഇതും കിട്ടി. ഓക്കെ, ഏരിയ എപ്പോഴും എനർജി ജനറേറ്റഡ് ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ജനറേറ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ആവറേജ് ലോഡ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ യൂണിറ്റ് ജനറേറ്റഡ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അതായത് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ടോട്ടൽ യൂണിറ്റ് ജനറേറ്റഡ്. അതിനെ ഈ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? യെസ്, ആവറേജ് ലോഡ് ആയിരിക്കും കേട്ടോ. ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് എന്നൊക്കെ പറയും. ഓക്കെ, യെസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ ആവറേജ് ലോഡ് കിട്ടിയില്ലേ. ഇനി ലോഡ് ഫാക്ടർ. എന്താണ് ലോഡ് ഫാക്ടർ? സോ ലോഡ് ഫാക്ടർ വളരെ സിമ്പിളാണ്. ആവറേജ് ലോഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ്. ഓക്കെ, അതായത് ഈ ഒരു ഫിഗർ പ്രകാരം ഇതിൻ്റെ മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 6 മെഗാവാട്ടാണ്. 6 മെഗാവാട്ടാണ് മാക്സിമം ഡിമാൻഡ്. ആവറേജ് ലോഡ് നിങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിന് 24 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. ചെയ്തപ്പോൾ 3 എന്ന് കിട്ടി വെച്ചോ, 3 മെഗാവാട്ട് എന്ന് കിട്ടി വെച്ചോ. അങ്ങനെയാണ് ഇതിൻ്റെ ലോഡ് ഫാക്ടർ പറഞ്ഞത്. ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് ആവറേജ് ലോഡ്, ഓക്കെ, ആവറേജ് ലോഡ് അല്ലെങ്കിൽ ആവറേജ് ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ലോഡ്. ഓക്കെ, മാക്സിമം ലോഡ് ഓർ മാക്സിമം ഡിമാൻഡ് കേട്ടോ. ഈ ലോഡും ഡിമാൻഡൊക്കെ കറക്റ്റാണ്, സെയിം തന്നെയാണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, സോ എത്രയാണ്? ആവറേജ് ലോഡ് ഇവിടെ 3 ആണ്, മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 6 ആണ്. സോ 0.5 ആണ് ഇവിടുത്തെ ലോഡ് ഫാക്ടർ. ഇനി അടുത്തൊരു പോയിന്റ്, ലോഡ് ഫാക്ടർ ഒരിക്കലും ഗ്രേറ്റർ ദാൻ 1 ആവില്ല. ഓക്കെ, അത് നിയർലി 1 ഒക്കെ ആവാം. ഏത് സീക്വൻസിലായിരിക്കും അത് നിയർലി 1 ആവുക? നിങ്ങൾ കണ്ടോ, ഇവിടെ ലോഡ് വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ളത് അല്ലേ, ഇങ്ങനെ വേരിയേഷൻ ഉള്ളതാണ്. സപ്പോസ് എൻ്റെ ലോഡ് ഇങ്ങനെ പോകുന്നു വിചാരിച്ചോ, വേരിയേഷൻ ഒന്നുമില്ല, വളരെ സ്റ്റഡിയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താ? ഇതിൻ്റെ ആവറേജ് ലോഡ് എത്രയാണ്? നിങ്ങൾ പറഞ്ഞു ഇതിൻ്റെ ആവറേജ് ലോഡ് എത്രയാണ്? ആവറേജ് ലോഡ് പറയുന്നത് 6 ആണ് അല്ലേ. ഇതിൻ്റെ മാക്സിമം ലോഡോ, മാക്സിമം ഡിമാൻഡ് എത്രയാണ്? മാക്സിമം ഡിമാൻഡും 6 തന്നെയാണ്. സോ ഈ ഒരു കേസിൽ ലോഡ് ഫാക്ടർ എത്ര വരും? ആവറേജ് ലോഡ് 6 ഡിവൈഡ് ബൈ മാക്സിമം ലോഡ് 6. സോ 1 എന്ന് കിട്ടി അല്ലേ. സോ ഇങ്ങനെയുള്ളത് ഒരു ഐഡിയൽ കേസാണ്. ഒരിക്കലും ഒരു ജനറേറ്റിംഗ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു വീട്ടിൻ്റെ ഒരു ഏരിയ ഒന്നും ഇങ്ങനെ വരില്ല. ഒരിക്കലും നമുക്കിങ്ങനെ ലോഡ് വേരിയേഷൻ ഇല്ലാതെ യൂണിഫോമായിട്ട് വരില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉപഭോഗങ്ങൾ പല സമയത്താണ് അല്ലേ. നമ്മൾ രാവിലെ ഉപയോഗം കുറവാണ്, രാത്രി വളരെ കൂടുതലായിരിക്കും, ചിലപ്പോൾ പീക്ക് അവറിൻ്റെ സമയത്ത് കൂടുതൽ ഉപയോഗം ഉണ്ടാവും അല്ലേ. സോ അതുകൊണ്ട് തന്നെ ലോഡ് ഫാക്ടർ ഈസ് ഓൾവേസ് ലെസ് ദാൻ 1 അല്ലേ. ലെസ് ദാൻ 1 ആയിട്ടാണ് വരിക. ദെൻ മനസ്സിലാക്കുക, ലോഡ് ഫാക്ടർ ഓൾവേസ് ലെസ് ദാൻ 1 ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഓൾവേസ് ലെസ് ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ഒരിക്കലും വരില്ല. എപ്പോഴാണത് 1 വരിക? നമ്മുടെ ലോഡ് കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരുമ്പോൾ, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ മാത്രമാണ് അത് ലോഡ് ഫാക്ടർ 1 ആയിട്ട് വരിക. ഓക്കെ, ഓർത്ത് വെക്കുക, ഒരു പോയിൻ്റാണേ. യെസ്, ബൈ ഇൻക്രീസിങ് ദി വാല്യൂ ഓഫ് ലോഡ് ഫാക്ടർ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് യൂണിറ്റ് എനർജി, ഓക്കെ, ഒരു യൂണിറ്റ് ഓഫ് എനർജിയുടെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിക്കാറുണ്ട്. ലോഡ് ഫാക്ടർ കൂട്ടിയാൽ മതി. അതെന്തുകൊണ്ടാണ്?
ഈ പിക്ചറിൽ കൊടുത്ത പ്ലാന്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 മെഗാവാട്ടാണെന്ന് വിചാരിച്ചു കേട്ടോ. കപ്പാസിറ്റി 10 മെഗാവാട്ടാണ്. ഇതിൻ്റെ മാക്സിമം ലോഡ് എത്രയാണ്? മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 6 മെഗാവാട്ട്. ഇനി ആവറേജ് ലോഡ് എത്രയാണ്? ആവറേജ് ലോഡ് എന്ന് പറയുന്നത് 3 മെഗാവാട്ട്. ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയും, ശ്രദ്ധിച്ച് കേൾക്കണേ. അതായത് എൻ്റെ കയ്യിൽ ഒരു ജനറേറ്ററേ ഉള്ളൂ. അതിൻ്റെ കപ്പാസിറ്റി 10 മെഗാവാട്ട്. ആ ജനറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗ്രാഫ് കൊടുത്ത സ്ഥലത്തേക്ക് ഞാൻ എനർജി കൊടുക്കുന്നത്. അപ്പോൾ 10 മെഗാവാട്ടാണ് എൻ്റെ ജനറേറ്റിംഗ് കപ്പാസിറ്റിയെ. നിങ്ങൾ നോക്കിയേ, അവിടെ എനിക്ക് മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 6 മെഗാവാട്ടാണ്. സോ സേഫ് ആണല്ലേ. 6 മെഗാവാട്ടിൽ കൂടുതൽ അവർ ഉപയോഗിക്കുന്നില്ല, അതായത് 10 വരെ എത്തുന്നില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന സ്ഥലത്ത് എൻ്റെ 10 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ജനറേറ്റർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് ഓടിക്കാം. ഇനി ആവറേജ് ലോഡ് 3 മെഗാവാട്ടേ വരുന്നുള്ളൂ. അതായത് ഇവർ പരമാവധി യൂസ് ചെയ്യുന്നൊന്നുമില്ല അല്ലേ, വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ രാവിലെയൊക്കെ കുറച്ച് ജനറേഷൻ വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് നഷ്ടമാണ് നിലവിൽ. ഞാൻ 10 മെഗാവാട്ടുള്ള എൻ്റെ ജനറേറ്റിംഗ് പ്ലാന്റ് വെക്കുന്നുണ്ട്. രാവിലെയൊക്കെ ഇവർ വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ. രാത്രിയാണ് ഒന്ന് കുറച്ചെങ്കിലും യൂസ് ചെയ്യുന്നത്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലാഭം വരുന്നപ്പോഴാണ്. ഞാൻ ഓൾറെഡി ഇവിടെ 10 മെഗാവാട്ടിൻ്റെ ജനറേറ്റിംഗ് സ്റ്റേഷൻ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. സോ ഇവർ പരമാവധി അങ്ങ് യൂസ് ചെയ്തോട്ടെ. പരമാവധി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നിലവിലെ 10 മെഗാവാട്ട് കപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് അവർക്ക് പരമാവധി ഉപയോഗിക്കാമല്ലോ അല്ലേ. കൂടുതൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാമല്ലോ അല്ലേ. നിങ്ങൾ നോക്കിയേ, ഈ 10 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ജനറേറ്റിംഗ് സ്റ്റേഷൻ കൊണ്ട് നമുക്ക് എത്ര യൂണിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഇൻറ്റു 24 അല്ലേ, 240 മെഗാവാട്ട് അവർ. ഇത്രയും യൂണിറ്റുകൾ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ ഇവർ എത്രയും ഇപ്പം ജനറേറ്റ് ചെയ്യുന്നുള്ളൂ? 3 × 24 അല്ലേ, 72 മെഗാവാട്ട് അവർ മാത്രമേ ഇപ്പോൾ അവർ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത്രത്തോളം കപ്പാസിറ്റിയുള്ള സാധനം ഞാനിവിടെ കൊടുത്തിട്ടും ഇവരാകെ ജനറേറ്റ് ചെയ്യുന്നത് 72 മെഗാവാട്ട് അവറാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 72 മെഗാവാട്ട് അവർ റൺ ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ ഈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 10 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫിക്സഡ് കോസ്റ്റ് ഞാൻ കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലേ. അതേപോലെ കൂടുതൽ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രത്തോളം ലാഭമല്ലേ അല്ലേ. അപ്പോൾ നിങ്ങളത് ഓർത്ത് വെക്കുക. അതാണ് ഇവിടെ പറഞ്ഞത്, ബൈ ഇൻക്രീസിങ് ദി വാല്യൂ ഓഫ് ലോഡ് ഫാക്ടർ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ്. സോ ലോഡ് ഫാക്ടർ കൂടുന്നു എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ലോഡ് ഫാക്ടർ കൂടുമ്പം ആവറേജ് ലോഡ് കൂടുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന മാക്സിമം ഡിമാൻഡിൻ്റെ അകത്ത് നമ്മൾ പരമാവധി എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ 6 മെഗാവാട്ട് മാക്സിമം ഡിമാൻഡുള്ള പ്ലാന്റ് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ എത്രത്തോളം അതിന് ഒന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് കിട്ടും. സോ മനസ്സിലാക്കുക, ലോഡ് ഫാക്ടർ എപ്പോഴും ഹൈ ആയിരിക്കണം. എന്തിന്? നമ്മുടെ കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട്. then കണക്റ്റഡ് ലോഡ്. എന്താണ് കണക്റ്റഡ് ലോഡ്? കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് സം ഓഫ് കണ്ടിന്യൂസ് റേറ്റിംഗ് ഓഫ് ഓൾ എക്യുപ്മെൻറ്റ് കണക്റ്റഡ് ടു ദി സപ്ലൈ സിസ്റ്റം. ഇപ്പോൾ എൻ്റെ വീട് എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഓക്കെ, നിങ്ങളുടെ കറണ്ട് ബില്ലിൻ്റെ അകത്തൊക്കെ കണക്റ്റഡ് ലോഡ് ഇത്ര എഴുതിയിട്ടൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് തെറ്റായിരിക്കും, അത് മിക്കവാറും ചെറിയ വാല്യൂ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. കണക്റ്റഡ് ലോഡ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് എൻ്റെ വീട്ടിലൊരു ടി വി ഉണ്ട്. ടി വിൻ്റെ വാട്ട് 50 വാട്ട്. ഓക്കെ, ലൈറ്റ് വീട്ടിലെ എല്ലാ ലൈറ്റും കൂടി കൂട്ടിയപ്പോൾ ഒരു 500 വാട്ട് ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, LED-യും ഫ്ലൂറസെൻ്റ് ലാമ്പും ട്യൂബ് ലൈറ്റും എല്ലാം കൂട്ടിയിട്ട്. ദെൻ മിക്സി ഒരു 500 വാട്ട്. ഓക്കെ, വാഷിംഗ് മെഷീൻ ഒരു 300 വാട്ട്. ഓക്കെ, ഫ്രിഡ്ജ് ഒരു 100 വാട്ട്. ദെൻ എയർ കണ്ടീഷണർ ഉണ്ട്. ഓക്കെ, എയർ കണ്ടീഷണർ രണ്ടും കൂടിയിട്ട് ഒരു 2000 വാട്ട്. ഓക്കെ, ദെൻ അല്ലറ ചില്ലറ ബാക്കിയെല്ലാം സാധനം കൂടിയിട്ട് ഒരു 5000 വാട്ട് ഉണ്ട് വിചാരിച്ചു. സപ്പോസ് 5000 വാട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെ കണക്റ്റഡ് ലോഡ്. സം ഓഫ് കണ്ടിന്യൂസ് റേറ്റിംഗ് ഓഫ് ഓൾ ദി എക്യുപ്മെൻറ്റ്സ് കണക്റ്റഡ് ടു ദി സപ്ലൈ സിസ്റ്റം. അതായത് ഈ വീട്ടിലെ എല്ലാ എക്യുപ്മെൻറ്റ്സിൻ്റെയും വാട്ടേജ് ഞാൻ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതാണ് കണക്റ്റഡ് ലോഡ്. കാരണം ഈ ഒരു കണക്റ്റഡ് ലോഡല്ലേ ഞാൻ ഈ പറയുന്ന സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇനി ഇതാണ് കണക്റ്റഡ് ലോഡ്. മാക്സിമം ഡിമാൻഡ് എത്രയായിരിക്കും? നിങ്ങളൊന്ന് ഒരു വാല്യൂ പറഞ്ഞേ. എൻ്റെ വീട്ടിൽ മാക്സിമം ഡിമാൻഡ് എത്ര ഉണ്ടാവും നിങ്ങളൊന്ന് പറഞ്ഞേ. ഒബ്വിയസ്, എപ്പോഴും 5000-നേക്കാൾ കുറവായിരിക്കും അല്ലേ. അതായത് 5000 വാട്ടാണ് കണക്റ്റഡ് ലോഡ്. മാക്സിമം ഡിമാൻഡ് എപ്പോഴും ഇതിനേക്കാൾ കുറവായിരിക്കും. സപ്പോസ് ഒരു 3500-ഓ 3000-ഓ മാത്രമേ വരികയുള്ളൂ അല്ലേ. സപ്പോസ് 3000 എന്ന് വിചാരിച്ചോ. എന്തുകൊണ്ട്? കാരണം ഈ എല്ലാ എക്യുപ്മെൻറ്റ്സും ഞാൻ ഒരേ സമയം ഓൺ ചെയ്യുമോ? ഇപ്പം ഉച്ചക്കാണ് ഞാൻ AC ഓൺ ചെയ്യുന്ന വിചാരിച്ചോ. പക്ഷെ ഞാൻ ആ സമയത്ത് ഈ ലൈറ്റുകളൊന്നും ഓൺ ചെയ്യുന്നില്ലല്ലോ അല്ലേ. ഫ്രിഡ്ജ് ഞാൻ ചിലപ്പോൾ ഓൺ ചെയ്യുന്നില്ല. രാത്രി ഞാൻ എന്ത് ചെയ്യുന്നു? പീക്ക് ടൈമിൽ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ ലൈറ്റൊക്കെ ഓൺ ചെയ്യുന്നു. വീട്ടിൽ TV കാണുന്നുണ്ട് വിചാരിച്ചോ. അപ്പോൾ എന്താണ്, ചിലപ്പോൾ ഒരു 2000 വാട്ടേ വരുന്നുള്ളൂ അല്ലേ.
സോ എല്ലാ എക്യുപ്മെൻറ്റ്സും കണക്ട് ചെയ്ത എല്ലാ എക്യുപ്മെൻറ്റ്സും ഞാൻ ഒരേ സമയം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ എപ്പോഴും കണക്റ്റഡ് ലോഡിനേക്കാൾ കുറവായിരിക്കും മാക്സിമം ഡിമാൻഡ് എന്ന് വിചാരിക്കാന്നല്ല, അങ്ങനെ ആയിരിക്കും. ഇനി ആവറേജ് ലോഡ് എത്രയായിരിക്കും? ആവറേജ് ലോഡ് ചിലപ്പോൾ ഒരു 1500 വാട്ടേ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ്? രാവിലത്തെ സമയത്ത് ഞാൻ ലൈറ്റുകളൊന്നും യൂസ് ചെയ്യുന്നില്ല അല്ലേ. അതേപോലെ ഈ ഫ്രിഡ്ജ് ഞാൻ ചിലപ്പോൾ ഒരു 6 മണിക്കൂറേ യൂസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ദെൻ വാഷിംഗ് മെഷീൻ ഞാൻ 24 മണിക്കൂർ യൂസ് ചെയ്യുമോ? ഇല്ല, ഒരു മണിക്കൂറേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ആവറേജ് ലോഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു 1500 വരുള്ളൂ. ഓക്കെ, സോ ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ, ഐഡിയ ഉണ്ടാവുക. നെക്സ്റ്റ് ഡിമാൻഡ് ഫാക്ടർ. എന്താണ് ഡിമാൻഡ് ഫാക്ടർ? വളരെ ഈസിയാണ്. മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ കണക്റ്റഡ് ലോഡ്. ഓക്കെ, മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു കണ്ടോ, വീട്ടിലെ കണക്റ്റഡ് ലോഡ് 5000 വാട്ട്സ് ആണ്. പക്ഷേ മാക്സിമം ഡിമാൻഡ് എത്രയാണ്? 3000 വാട്ട്സ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? എല്ലാ സാധനങ്ങളും ഞാൻ ഒരേ സമയം സ്വിച്ച് ഓൺ ചെയ്യുന്നില്ല. സോ ഇവിടുത്തെ ഡിമാൻഡ് ഫാക്ടർ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചെടുത്ത് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, എന്ത് ചെയ്യണം? ഡിമാൻഡ് ഫാക്ടർ കണ്ടുപിടിക്കുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ കമൻറ്റ് പോയിട്ട് ലൈക്ക് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സപ്പോസ് ഒരാൾ പോയിട്ട് 10 എന്ന് കമൻറ്റ് ചെയ്ത് വിചാരിച്ചോ. അപ്പം നിങ്ങളുടെ ആൻസറും 10 എന്നാണെങ്കിൽ ആ കമൻറ്റ് പോയിട്ട് ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആൻസർ വേറെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പോയിട്ട് വീണ്ടും കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ചെക്ക് ചെയ്യേ. അതുകൊണ്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. ഓക്കെ, യെസ്. ഇനി ഡിമാൻഡ് ഫാക്ടറും എപ്പോഴും <1 ആയിരിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പോവാം. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ എക്സാമിനും ചറ ചോദിക്കുന്ന ക്വസ്റ്റനാണ് ഡൈവേഴ്സിറ്റി ഫാക്ടർ. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഡൈവേഴ്സിറ്റി ഫാക്ടർ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1. ബാക്കിയെല്ലാം <1 ആകുമ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ മാത്രം ഗ്രേറ്റർ ദാൻ 1 ആണ്. അതെന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ടു ദി മാക്സിമം ഡിമാൻഡ് ഓഫ് ദി പവർ സ്റ്റേഷൻ. വളരെ ഈസിയാണ്, കേട്ടിട്ട് പേടിക്കുന്നു വേണ്ട. എന്താണ് സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്? ഓക്കെ, അതായത് ഒരു പവർ പ്ലാന്റ് ഉണ്ട് വിചാരിച്ചു. ഓക്കെ, 10 ഒരു 100 മെഗാവാട്ട് ഉള്ളൊരു പവർ സ്റ്റേഷൻ. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? ഒരു 5 ഇൻഡസ്ട്രികൾക്ക് വേണ്ടിയിട്ട് പവർ കൊടുക്കുന്നു. ഓക്കെ, 100 മെഗാവാട്ടാണ് അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി. 5 ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അത് പവർ കൊടുക്കുന്നു വിചാരിച്ചു. ഇനി ഫസ്റ്റ് ഇൻഡസ്ട്രീൻ്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 20 മെഗാവാട്ടാണ്. അടുത്തതിൻ്റെ 50 ആണ്. അടുത്തതിൻ്റെത് 50 ആണ്. അടുത്തത് 10 ഉള്ളൂ. ഇനി ഒന്നുകൂടി ബാക്കി വേണമല്ലോ അല്ലേ, ഒരു 20. ഓക്കെ, ഇത്രയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, 20 വേണ്ട, ഒരു നല്ല നമ്പർ ആയിക്കോട്ടെ, ഒരു 30. ഓക്കെ, ഈ രീതിയിലാണ് അതിൻ്റെ മാക്സിമം ഡിമാൻഡ് എന്ന് വിചാരിച്ചോ. ഓക്കെ, മാക്സിമം ഡിമാൻഡ് ഓഫ് ഫസ്റ്റ് പവർ പ്ലാന്റ് 20 മെഗാവാട്ട്. അടുത്തതിൻ്റെത് 50 ഉണ്ട്. ഓക്കെ, അടുത്തതിൻ്റെ 50, അടുത്തതിൻ്റെ 10, അടുത്തതിന് 30. ഇനി അപ്പോൾ ഈ 100 മെഗാവാട്ടാണ് ഇതിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയെ. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണ് 100 മെഗാവാട്ട്. പക്ഷേ ആ പവർ പ്ലാന്റിൻ്റെ മാക്സിമം ഡിമാൻഡ് ഒരു 80 ഉള്ളൂ എന്ന് വിചാരിച്ചോ. ഓക്കെ, 80 മെഗാവാട്ട് മാത്രമേ ആ പവർ പ്ലാന്റിൻ്റെ ഇൻസ്റ്റാൾഡ് ഇതുള്ളൂ, മാക്സിമം ഡിമാൻഡ് ഉള്ളൂ. അപ്പോൾ ഈ കേസിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ എത്രയാണ്? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ്, അതായത് 20 + 50 + 50 + 10 + 30, 70, 120, 160 ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി പവർ സ്റ്റേഷൻ. മാക്സിമം ഡിമാൻഡ് ഓഫ് പവർ സ്റ്റേഷൻ എത്ര? 80. സോ ഈ കേസിൽ നമ്മുടെ പവർ പ്ലാന്റിൻ്റെ ഡൈവേഴ്സിറ്റി ഫാക്ടർ എത്രയാണ്? 2. ഇനി എന്തുകൊണ്ടാണിത് 1ൽ കൂടുതലായത്? നിങ്ങൾ പറഞ്ഞേ, എന്താ ഡൈവേഴ്സിറ്റി ഫാക്ടർ? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ഡിവൈഡഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി പവർ സ്റ്റേഷൻ. സോ ഈ പവർ പ്ലാന്റിൻ്റെ മാക്സിമം ഡിമാൻഡ് എന്ന് പറയുന്നത് 80 മെഗാവാട്ടാണ്. പക്ഷേ എൻ്റെ ഈ കസ്റ്റമേഴ്സിൻ്റെ മാക്സിമം ഡിമാൻഡ് എല്ലായ്പ്പോഴും ഒരേ സമയത്താവണമെന്നുണ്ടോ? ഇപ്പോൾ ഫസ്റ്റ് ഇവൻ്റെ മാക്സിമം ഡിമാൻഡ് ഉള്ളത് രാത്രി 8 മണിക്കാണെന്ന് വിചാരിച്ചോ. ഓക്കെ, രാത്രി 8 മണിക്കാണ് ഇവൻ 50 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ ഇവൻ്റെ 50 മെഗാവാട്ട് എന്നുള്ള മാക്സിമം ഡിമാൻഡ് വരുന്നത് ചിലപ്പം ഉച്ചക്കായിരിക്കും. ഓക്കെ, ഇതൊരു 12 മണിക്കായിരിക്കും മാക്സിമം ഡിമാൻഡ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവുക. ഇനി ഇവൻ ചിലപ്പം അവൻ്റെ മാക്സിമം ഡിമാൻഡ് എടുക്കുന്നത് രാവിലെ ആയിരിക്കും, മോർണിംഗ് ആയിരിക്കും. സോ മനസ്സിലാക്കുക, നമ്മുടെ ഈ ലോഡിൻ്റെ ഉപയോഗം എപ്പോഴും ഡിഫറൻറ്റ് സമയത്തല്ലേ അല്ലേ, ഡിഫറൻറ്റ് ടൈമിലാണ് നമ്മൾ നമ്മുടെ ലോഡുകളൊക്കെ യൂസ് ചെയ്യുക. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്നൊക്കെ പറയുന്നതിൻ്റെ ബ്യൂട്ടി വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളെല്ലാവരും നമ്മുടെ കൂടുതൽ ഉപഭോഗം ഒരൊറ്റ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക? നമ്മുടെ എല്ലാവരുടെയും ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് കൂട്ടി വന്നിട്ട് അത് നമ്മുടെ പവർ സ്റ്റേഷനെ ബാധിക്കും അല്ലേ. നിങ്ങളെല്ലാവരും രാത്രി 8 മണിക്ക് ടി വിയുടെ മുന്നിലിരുന്ന് വീട്ടിലെ
AC ഇട്ടു, ഓക്കെ, എല്ലാ എക്യുപ്മെൻറ്റ്സും ഓണാക്കി, ഹീറ്റർ ഓണാക്കി, വാക്വം ക്ലീനർ ഓണാക്കി, ഓക്കെ, നിങ്ങൾ ഫ്രിഡ്ജ് ഓണാക്കി, വാഷിംഗ് മെഷീൻ ഓണാക്കി, എന്നിട്ട് എല്ലാവരും ഒരേ സമയം നിങ്ങളുടെ മാക്സിമം ഡിമാൻഡ് നിങ്ങൾ KSEBയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? KSEBയുടെ മാക്സിമം ഡിമാൻഡ് അവിടെ കൂടും. അപ്പോൾ അതിനനുസരിച്ചുള്ള മാക്സിമം ഡിമാൻഡ് KSEB അവിടെ ഉണ്ടാക്കണം അല്ലേ? സോ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, നിങ്ങൾ ചിലപ്പം ഓർത്തിട്ടുണ്ടാവില്ല ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ ഓർത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പഠിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങൾ അതുകൂടി ഒന്ന് ചിന്തിക്കുക. അടുത്ത പോയിന്റ്, ഇറ്റ് ഹാസ് ഡയറക്റ്റ് എഫക്റ്റ് ഓൺ ദി ഫിക്സഡ് കോസ്റ്റ് ഓഫ് യൂണിറ്റ് ജനറേറ്റർ. കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡൈവേഴ്സിറ്റി ഫാക്ടറിന് ഡയറക്റ്റ് എഫക്റ്റ് ഉണ്ട് ഏതിൻ്റെ മേലെ? ഫിക്സഡ് കോസ്റ്റ് ഓഫ് യൂണിറ്റ് ജനറേറ്ററിൻ്റെ മേലെ. അതെന്തുകൊണ്ടാണ് അറിയോ? നിങ്ങൾ നോക്കിയേ, ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്താ? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി പവർ സ്റ്റേഷൻ. അപ്പോൾ ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടുതലാണ് എന്നുള്ളത് കൊണ്ടെന്താ ഉദ്ദേശിക്കുന്നത്? ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടുതലാവണമെങ്കിൽ ഈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി പവർ സ്റ്റേഷൻ കുറയണം അല്ലേ? മാക്സിമം ഡിമാൻഡ് ഓഫ് ദി പവർ സ്റ്റേഷൻ കുറയണമെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? യെസ്, നമുക്ക് ചെറിയ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഉള്ള ജനറേറ്റർ വെച്ചാൽ മതി അല്ലേ? മാക്സിമം ഡിമാൻഡ് ഓഫ് ദി പവർ സ്റ്റേഷൻ സപ്പോസ് നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഒരു 80 മെഗാവാട്ടാണ്, പിന്നെ അത് കുറഞ്ഞിട്ട് സപ്പോസ് ഒരു 40 മെഗാവാട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു 100 മെഗാവാട്ട് പ്ലാന്റിന് പകരം ഒരു 50 മെഗാവാട്ട് പ്ലാന്റൊക്കെ വെച്ചാൽ മതി അല്ലേ? ആ രീതിയിൽ വെച്ചാൽ മതി. അതായത് യെസ്, ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടും തോറും നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ കപ്പാസിറ്റിയുള്ള ജനറേറ്റർ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? സം ഓഫ് ഇൻഡിവിജ്വൽ മാക്സിമം ഡിമാൻഡ് കൂടിയാൽ മതി. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിനെ മൊത്തം എന്ത് ചെയ്താൽ മതി? വിവിധ സമയങ്ങളിൽ അവരുടെ മാക്സിമം ഡിമാൻഡ് വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതായത് കുറച്ച് കസ്റ്റമേഴ്സിനെ രാവിലത്തെ സമയത്ത് മാക്സിമം ഡിമാൻഡ് വരുത്തുക, കുറച്ച് പേര് ഉച്ചയ്ക്ക് വരുത്തുക, കുറച്ച് പേര് രാത്രി വരുത്തുക. അപ്പോൾ എന്ത് സംഭവിക്കും? സം ഓഫ് മാക്സിമം ഡിമാൻഡ് കൂടും അല്ലേ? അതായത് ചെറിയ മാക്സിമം ഡിമാൻഡുള്ള പവർ പ്ലാന്റ് കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആവശ്യമായിട്ടുള്ള എല്ലാ ലോഡും മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആവശ്യമായിട്ടുള്ള എല്ലാ ലോഡും എനിക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ട് എനിക്ക് എഫക്റ്റീവ്ലി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ചെറിയ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുള്ള ജനറേറ്റർ മതി. അപ്പം ചെറിയ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയുള്ള ജനറേറ്റർ വരുന്ന സമയത്ത് നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് കുറയും അല്ലേ? അതായത് പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ജനറേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, ദെൻ അതിൻ്റെ ഒരു പവർ പ്ലാന്റിൻ്റെ കോസ്റ്റ് അല്ലേ, ആ ഒരു ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, യെസ്. സോ മിനിമം കോസ്റ്റ് ഓഫ് ജനറേഷന് ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറും ഹൈ ആയിരിക്കണം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ ലോഡ് ഫാക്ടർ ഹൈ ആയിരിക്കണം എന്ന് പറഞ്ഞില്ലേ? ഇപ്പം ഞാൻ പറയുന്നു ഡൈവേഴ്സിറ്റി ഫാക്ടറും ഹൈ ആയിരിക്കണം അല്ലേ? സോ ലോഡ് ഫാക്ടറിന് മാക്സിമം 1 ആവാം. സോ എത്രത്തോളം വലുതാൻ വേണ്ടി പറ്റുമോ, എത്രത്തോളം 1നോട് അടുപ്പിച്ച് വരാൻ വേണ്ടി പറ്റുമോ വരിക. ദെൻ ഡൈവേഴ്സിറ്റി ഫാക്ടർ ഓൾറെഡി 1നേക്കാൾ കൂടുതലാണ് അല്ലേ? സോ അത് എത്രത്തോളം വലുതാൻ വേണ്ടി പറ്റും? ഓക്കെ, 1 to 2 ഒക്കെ ആവാൻ വേണ്ടി പറ്റുമെങ്കിൽ ആ രീതിയിൽ വരിക. സോ ലോഡ് ഫാക്ടറും ഡൈവേഴ്സിറ്റി ഫാക്ടറും കൂടുതലായാൽ നമുക്ക് എന്താണ് ഗുണം? യെസ്, മിനിമം കോസ്റ്റ് ഓഫ് ജനറേഷൻ ആയിരിക്കും. ഓക്കെ, ചെറിയ കോസ്റ്റിൽ നമുക്ക് എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ കൂടി ഒന്ന് മനസ്സിലാക്കുക. ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. ഓക്കെ, നേരത്തെ എക്സാമ്പിൾ എടുത്താലോ? നമ്മളെ ഫസ്റ്റ് എക്സാമ്പിളേ ഇതിൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എത്രയാണ്? 10 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടെ, 10. ആവറേജ് ലോഡ് 3 എന്ന് പറഞ്ഞിട്ടെ, 3. അപ്പം നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ എന്താ? പ്ലാന്റ് കപ്പാസിറ്റി ഫാക്ടർ ആവറേജ് ഡിമാൻഡ് ബൈ പ്ലാന്റ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. സോ 3/10 0.3 ആണ് ഇവിടെ കിട്ടുക. ഇനി വേറൊരു സാധനം കൂടിയുണ്ട്, പ്ലാന്റ് യൂസ് ഫാക്ടർ. പ്ലാന്റ് യൂസ് ഫാക്ടർ അല്ലെങ്കിൽ പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഓക്കെ, യൂട്ടിലൈസേഷൻ ഫാക്ടർ അതെന്താ അറിയോ? നമ്മൾ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്തു, അതിന് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം അല്ലേ? അപ്പോൾ മാക്സിമം ഡിമാൻഡ് ബൈ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. സോ നേരത്തെ കേസിൽ ഞാൻ മാക്സിമം ഡിമാൻഡ് 6 ആയിരുന്നു, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 10. സോ യൂട്ടിലൈസേഷൻ ഫാക്ടർ എത്രയാണ്? 0.6. ഓക്കെ, 0.6 ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതും എഴുതി വെച്ചേ. ദെൻ റിസർവ് കപ്പാസിറ്റി കൂടി പറഞ്ഞുതരാം. ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി മൈനസ് മാക്സിമം ഡിമാൻഡ്. ഇപ്പോൾ നേരത്തെ കേസിൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി 10 മെഗാവാട്ടാണ്, മാക്സിമം ഡിമാൻഡ് 6 മെഗാവാട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ റിസർവ് കപ്പാസിറ്റി എത്രയാണ്? 4 മെഗാവാട്ട്. അതായത് എനിക്ക് ഈ 4 മെഗാവാട്ട് നിലവിൽ ആവശ്യമില്ല, ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാം? ഇനി ഭാവിയിൽ വേണമെങ്കിൽ ലോഡ് കൂടുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊരു റിസർവായിട്ട് ഞാൻ അവിടെ വെച്ചതാണ്. ഓക്കെ, റിസർവായിട്ട് നമ്മൾ വാഹനങ്ങളൊക്കെ പെട്രോൾ ടാങ്കിൽ റിസർവ് ഉണ്ടാവില്ല അല്ലേ? നമ്മൾ മിക്കവാറും അത് യൂസ് ചെയ്യുന്നില്ല. റിസർവ് ആവുന്ന സമയത്ത് ഒരു വാണിംഗ് കാണിക്കും, നമ്മൾ പെട്രോൾ വീണ്ടും അടിക്കും. ഓക്കെ,
സോ റിസർവ് കപ്പാസിറ്റി പറയുന്നത് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയിൽ നിന്നും മാക്സിമം ഡിമാൻഡ് കുറക്കുന്നതാണ്, നമ്മൾ യൂസ് ചെയ്യാതെ ഉപയോഗിക്കാതെ വെക്കുന്ന ആ ഒരു സാധനമാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഭാവിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ഇതും കൂടി ഓർത്ത് വെക്കണേ. പ്ലാന്റ് യൂട്ടിലൈസേഷൻ ഫാക്ടർ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. സോ അതുകൂടി ഒന്ന് ഓർത്ത് വെക്കുക. മാക്സിമം ഡിമാൻഡ് ബൈ യൂട്ടിലൈസേഷൻ ഫാക്ടർ. വേറെ എന്തെങ്കിലും ഞാൻ പറയാൻ വേണ്ടി ബാക്കിയുണ്ടോ ഇവിടെ? യെസ്, ഇതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുള്ളേ കേട്ടോ. മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ് എന്നാണ് ഇത് കേട്ടോ. മാക്സിമം ഡിമാൻഡ് ബൈ കണക്റ്റഡ് ലോഡ്. മറ്റേതോ മാക്സിമം ഡിമാൻഡ് ബൈ യൂട്ടിലൈസേഷൻ ഫാക്ടർ. വേറൊരു സാധനം കൂടി ഉണ്ട്, LCLU. ഓക്കെ, C is equal to LU എന്ന് പഠിക്കുക. ഓക്കെ, ഇതൊരു ക്ലൂ ആയിട്ട് എടുക്കുക. യെസ്, കപ്പാസിറ്റി ഫാക്ടർ ഈസ് ഈക്വൽ ടു ലോഡ് ഫാക്ടർ ഇൻറ്റു യൂട്ടിലൈസേഷൻ ഫാക്ടർ. ഓക്കെ, അതുകൂടി ഓർത്ത് നോക്കുക. കപ്പാസിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ലോഡ് ഫാക്ടർ ഇൻറ്റു യൂട്ടിലൈസേഷൻ ഫാക്ടറാണ്. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്ത് വെക്കണേ. യെസ്, നെക്സ്റ്റ് പോവാം. സോ ഇത്രയും പോയിന്റ്സ് ഉണ്ട്, നോട്ട് എഴുതിയെടുക്കണം. ഇത് ഏത് എക്സാം ആയാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് RRB ചെയ്യുക, SSC ചെയ്യുകയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് വരും. ഇനി നമ്മുടെ ക്വസ്റ്റിൻ്റെ ഉത്തരം പറയണ്ടേ അല്ലേ? എന്തായിരുന്നു ക്വസ്റ്റിൻ്റെ ഉത്തരം? ദി നോളജ് ഓഫ് ഡൈവേഴ്സിറ്റി ഫാക്ടർ ഹെൽപ്സ് ഇൻ ഡിറ്റർമിനിങ്. ഓക്കെ, ഡൈവേഴ്സിറ്റി ഫാക്ടർ തന്നു കഴിഞ്ഞാൽ അത് എന്തിനെ ഡിറ്റർമിൻ ചെയ്യാനാണ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റി അതിനനുസരിച്ച് നമുക്കൊന്ന് ഡിറ്റർമിൻ ചെയ്യാം. അതുകൊണ്ട് ലോ കപ്പാസിറ്റിയിലുള്ള പ്ലാന്റ് വെക്കണമോ അല്ലേ, വലിയ കപ്പാസിറ്റിയിലുള്ള പ്ലാന്റ് വെക്കണമോ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡൈവേഴ്സിറ്റി ഫാക്ടർ കൂടുന്തോറും നമുക്ക് എന്ത് ചെയ്യാം, ലോ കപ്പാസിറ്റിയിലുള്ള പ്ലാന്റ് വെച്ചാൽ മതി. സോ ഇതിൻ്റെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ് കപ്പാസിറ്റിയാണ്. നിങ്ങൾ ചിലപ്പം പീക്ക് ലോഡിലൊക്കെ പോകും, പക്ഷേ പീക്ക് ലോഡല്ല അതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. ഡൈവേഴ്സിറ്റി ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്താ? ആവറേജ് സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഓഫ് കസ്റ്റമേഴ്സ് അല്ലേ, സം ഓഫ് മാക്സിമം ഡിമാൻഡ് ഡിവൈഡ് ബൈ മാക്സിമം ഡിമാൻഡ് ഓഫ് ദി പ്ലാന്റ്. സോ അവിടെ മാക്സിമം ഡിമാൻഡ് പറയുന്നത് പീക്ക് ലോഡ് തന്നെയാണ്, പക്ഷേ അതല്ല ഇതിൻ്റെ ആൻസർ എന്ന് മനസ്സിലാക്കുക. ഡൈവേഴ്സിറ്റി ഫാക്ടർ നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാനാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്? പ്ലാന്റ് കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് യൂസ്ഫുൾ ആവുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, യെസ്, നെക്സ്റ്റ് പോവാം. അതിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് എഴുതിയെടുക്കണേ. ഒന്ന് എഴുതിയെടുക്കുക, വായിച്ചു നോക്കുക, എഴുതിയെടുക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസസ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ? താഴെ പറയുന്നവയിൽ ഏതിലാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇല്ലാത്തതെന്നാണ് ഉദ്ദേശിക്കുന്നത്? നറോറ ഉണ്ട്, താരാപൂർ ഉണ്ട്, കോട്ടയുണ്ട്, ബാംഗ്ലൂർ ഇല്ല. സോ ബാംഗ്ലൂരാണ് നമ്മുടെ ആൻസർ. ഇതൊരു GK ടൈപ്പ് വന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കോമൺ സെൻസ് വെച്ച് ഉപയോഗിച്ചെന്ന് പറയാം അല്ലേ? എന്തുകൊണ്ടാണ്? ബാംഗ്ലൂർ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, അവിടെ ഒരു ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അല്ലേ? താരാപൂറും നറോറയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കോട്ടയൊക്കെ ഓക്കെ ഗസ് ചെയ്താൽ കിട്ടാവുന്ന സാധനമേ ഉള്ളൂ. സോ ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരിക. ടെക്സ്റ്റിലൊന്നും ഇല്ല കേട്ടോ, ഇതൊരു ജനറൽ നോളജ് ആയിട്ട് വന്നതാണ്. എ പെൻ സ്റ്റോക്ക് ഈസ് യൂസ്ഡ് ആസ് എ കോൺഡ്യൂട്ട് ബിറ്റ്വീൻ. എന്താണ് പെൻ സ്റ്റോക്ക്? അത് എവിടെ മുതൽ എവിടെ വരെയാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റും തെർമലും പറഞ്ഞുതരാം, പക്ഷേ അത് പറഞ്ഞുതരാൻ സമയമായില്ല. തൽക്കാലം എന്ത് ചെയ്യുക, ഇതിൻ്റെ മാത്രം ആൻസർ ഞാൻ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ വരും കേട്ടോ. സോ പെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് കണ്ടോ ഇതേപോലെയാണ് ഉണ്ടാവുക. നിങ്ങൾ പെൻ സ്റ്റോക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ മൂന്നാറിലും ഇടുക്കിയൊക്കെ ടൂർ പോകുന്ന സമയത്ത് വലിയ പൈപ്പുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. സോ ഇതാണ് പെൻ സ്റ്റോക്ക് കേട്ടോ. പെൻ സ്റ്റോക്ക് പൈപ്പ് എന്ന് പറയുന്നത് ഇതാണ്. സാധാരണയായിട്ട് കോൺക്രീറ്റിലോ അല്ലെങ്കിൽ മെറ്റലിലോ ഒക്കെ ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള വലിയ പൈപ്പുകളാണിത്. അതിൽ കൂടി വെള്ളമാണ് പോവുക. ഓക്കെ, അല്ല ഹൈ പ്രഷറിലുള്ള വാട്ടർ പോകുന്നതായിരിക്കും ഈ പെൻ സ്റ്റോക്കിൽ കൂടി. ഇനി പെൻ സ്റ്റോക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോകുന്നത്? പെൻ സ്റ്റോക്ക് പോവുക നമ്മുടെ ഡാമിൽ നിന്ന് അല്ലെങ്കിൽ റിസർവോയറിൽ നിന്ന് നമ്മുടെ ടർബൈനിലേക്ക് കേട്ടോ. കണ്ടോ ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ റിസർവോയർ. ഓക്കെ, ഇതാണ് റിസർവോയറിൽ നമ്മൾ വെള്ളം കെട്ടി നിർത്തും. ഡാമിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഹെഡ്. ഓക്കെ, ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് സഫീഷ്യൻറ്റ് ഹെഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഡാമിൻ്റെ പർപ്പസ്. സോ ഇതാണ് എൻ്റെ പെൻ സ്റ്റോക്ക്. ഇതുപോലെ എന്താ പറയുക, ഷട്ടർ തുറന്ന പോലെ നല്ല കേട്ടോ. അതിൻ്റെ ഒരു പൈപ്പ് തന്നെ ഉണ്ടാവുക. ഷട്ടർ വേറെ സ്ഥലത്ത്, പെൻ സ്റ്റോക്ക് വേറെ സ്ഥലത്ത്. അത് ഞാൻ പറഞ്ഞു തരും, പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഇനി ഈ പെൻ സ്റ്റോക്ക് എവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക? നമ്മുടെ ഡാമിൽ നിന്ന് അല്ലെങ്കിൽ റിസർവോയറിൽ നിന്ന് ടർബൈൻ കണ്ടോ, ടർബൈനിൻ്റെ ബ്ലേഡിലേക്കാണ് പോയിട്ട് കണക്ട് ചെയ്യുക. ടർബൈൻ ബ്ലേഡുകളിലേക്ക് വെള്ളം പതിപ്പിക്കുക. ഓക്കെ, ഹൈ പ്രഷറിൽ ഹൈ ഹെഡിലുള്ള വെള്ളത്തിനെ നമ്മുടെ ടർബൈൻ ബ്ലേഡുകളിൽ പതിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പെൻ സ്റ്റോക്കിൻ്റെ ഫങ്ഷൻ. അപ്പോൾ നമ്മുടെ നോക്കിയാലോ, സ്റ്റീം ചെസ്റ്റ് ആൻഡ് ടർബൈൻ ഇൻ എ തെർമൽ സ്റ്റേഷൻ അല്ല, ഡാം ആൻഡ് ടർബൈൻ ഇൻ ഹൈഡ്രോ സ്റ്റേഷൻ. കറക്റ്റാണ്. ഒരു ഡാമിൽ നിന്നും ടർബൈനിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ പെൻ സ്റ്റോക്ക് പറയുന്നത്. സ്റ്റീമിലൊന്നും ഇല്ല കേട്ടോ. സ്റ്റീം പവർ പ്ലാന്റിലൊന്നും നമ്മൾ പെൻ സ്റ്റോക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ അതിൻ്റെ
പറയുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ടർബൈൻ ആൻഡ് ഡിസ്ചാർജ് ട്രെയിൻ അല്ല, ടർബൈൻ ആൻഡ് ഡിസ്ചാർജ് ട്രെയിനിലേക്കുള്ളത് ഡ്രാഫ്റ്റ് ട്യൂബാണ് കേട്ടോ. ഡ്രാഫ്റ്റ് ട്യൂബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, ഞാൻ പറഞ്ഞുതരും, പേടിക്കണ്ട. ഹീറ്റ് എക്സ്ചേഞ്ചർ ആൻഡ് ടർബൈൻ ന്യൂക്ലിയർ നല്ല വെറുതെ ചുമ്മാ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതിൻ്റെ ഒരു കിടിലം വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ വരുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക. അടിപൊളിയാണ്, പഠിക്കാൻ നല്ല സുഖമാണ്. ഞാൻ വളരെ എൻജോയ് ചെയ്ത് പഠിച്ചതാണ്. ഞാൻ അങ്ങനെ തന്നെ പഠിപ്പിച്ചു തരും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, വിൻഡ് എനർജി ഈസ് ഹാർനസ്ഡ് ബൈ യൂസിങ്. കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, പവനോർജ്ജം എന്നൊക്കെ പറയും. KCBയെ സംബന്ധിച്ചിടത്തോളം പവനോർജ്ജമാണ് കേട്ടോ. സംബന്ധിച്ചിടത്തോളം അത് എന്തുകൊണ്ടാണ് നമ്മൾ ഹാർനസ് ചെയ്യുക, നമ്മൾ ചുരണ്ടിയെടുക്കുക. ഓക്കെ, നമ്മൾ വിൻഡ് എനർജി നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോൺ ജനറേറ്റർ, വേപ്പർ ജനറേറ്റർ, ടർബൈൻ ജനറേറ്റർ, സ്റ്റീം ജനറേറ്റർ പഠിച്ചു വെച്ചോ. വിൻഡ് ടർബൈൻ ജനറേറ്റർ എന്നുള്ളതാണ് എൻ്റെ കറക്റ്റ് ആൻസർ കേട്ടോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇങ്ങനെ ചുരണ്ടി എടുത്തപ്പോൾ ടർബൈൻ ജനറേറ്റർ എന്നുള്ള ഒരു പീസ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ ടർബൈൻ ജനറേറ്റർ എന്താ? ടർബൈൻ കപ്പിൾ ചെയ്തിട്ടുള്ള ജനറേറ്റർ, അതാണ് ടർബൈൻ ജനറേറ്റർ. സോ ഒരു വിൻഡ് എനർജി പവർ പ്ലാന്റിൽ നമ്മൾ വിൻഡ് ടർബൈൻ ജനറേറ്ററാണ് യൂസ് ചെയ്യുക. അതായത് ഒരു ജനറേറ്റർ എനിക്ക് റൊട്ടേറ്റ് ചെയ്യണം, അതാണ് എൻ്റെ പ്രൈം മോട്ടീവ്. ഓക്കെ, ജനറേറ്റർ എനിക്ക് റൊട്ടേറ്റ് ചെയ്യണം. സോ ജനറേറ്ററിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, നമുക്കൊരു പ്രൈം മൂവർ വേണ്ടേ? നമ്മൾ വീടുകളിലൊക്കെ ചിലപ്പോൾ ജനറേറ്റേഴ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ ജനറേറ്റർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പ്രൈം മൂവർ വേണം. സോ ആ പ്രൈം മൂവറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടർബൈനാണ്. ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്താലാണ് ജനറേറ്റർ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ടർബൈൻ എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യാം? സ്റ്റീം അടുപ്പിച്ചിട്ട്, സ്റ്റീമിൻ്റെ ഹൈ പ്രഷർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യാം. വാട്ടർ വന്നിട്ട് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യാം, അല്ലേ? ഹൈ പ്രഷർ, ഹൈ പൊട്ടൻഷ്യൽ എനർജിയുള്ള വാട്ടർ കൊണ്ട് എനിക്ക് റൊട്ടേറ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് എന്താ? വിൻഡ് എനർജി, കാറ്റിൻ്റെ ആ ഒരു കൈനറ്റിക് എനർജി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യിക്കാം. അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വിൻഡ് എനർജി ഹാർനസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ടർബൈൻ ജനറേറ്ററാണെന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെയാണ് സാധാരണ വിൻഡ് പവർ പ്ലാന്റ് ഉണ്ടാവുക. ഇതൊരു ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈനാണ്, HAWT എന്ന് പറയും. എന്തുകൊണ്ടാണ് ഹൊറിസോണ്ടൽ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഇതാണ് ഇതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇത് കറങ്ങുന്നത് ഇങ്ങനെയാണെങ്കിലും അതിൻ്റെ ആക്സിസ് എന്താ? ഓക്കെ, ഹൊറിസോണ്ടൽ ആയിട്ടല്ലേ. സോ ഇതൊരു ഹൊറിസോണ്ടൽ ആക്സിസ് വിൻഡ് ടർബൈനാണ്. വെർട്ടിക്കൽ ആക്സിസ് വിൻഡ് ടർബൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ കറങ്ങും കേട്ടോ. ടർബൈൻ ഇങ്ങനെ കറങ്ങുക. അപ്പോൾ കാറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് ഈ സൈഡിലേക്ക് വന്നിട്ട് ഇങ്ങനെ കറങ്ങും. ഓക്കെ, ഓർത്ത് നോക്കുക. ഇതിൻ്റെ പാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. എനിക്കൊന്ന് 212 പേജിൽ, ഒരു പേജിൽ പഠിക്കാനുള്ള സാധനമുള്ളൂ കേട്ടോ. അത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കുക. അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതിൻ്റെ പാർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് പഠിക്കുക കേട്ടോ. എന്നാൽ എത്ര വലുതായിട്ടൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ചിലപ്പം എന്താണ് ചില പാർട്ടുകൾ ചിലപ്പോൾ ചോദിക്കും, എന്താ നേസല് എന്താണ്, അങ്ങനെ രീതിയിലൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. നേസലിലാണ് ഇപ്പോൾ ഹബ് എന്താണ് ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്ത് ചെയ്യുക? നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ഇത് 4th ടെക്സ്റ്റ് ബുക്കാണ്, സെമസ്റ്റർ 4 പേജ് നമ്പർ 212. ഓക്കെ, 212 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് പോയാലോ? ഇത് സിമ്പിൾ സാധനമാണ്. ഇത് ഞാൻ പറഞ്ഞ ഇത് കഴിഞ്ഞ ട്രേഡ്സ്മാൻ്റെ ക്വസ്റ്റ്യൻ അല്ലേ. ഈ എക്സാം കഴിഞ്ഞിട്ട് കുറേയധികം ഉദ്യോഗാർത്ഥികൾ എന്നോട് പേഴ്സണലായിട്ട് സാർ ഇതൊന്നും ചെയ്തു തരുമോ, ഇതെന്താണ് ആൻസർ, ഞങ്ങൾ ഇരുന്ന് ചെയ്തു, വെറുതെ സമയം കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. വളരെ സിമ്പിൾ, 1 മിനിറ്റിൽ താഴെ സമയം കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യനാണിത്. ഞാൻ അതെന്ത് ചെയ്യാം? ഞാനാണ് ഈ ഒരു എക്സാമിന് എഴുതുന്നതെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാമെന്ന് ആദ്യം കാണിച്ചു തരാം, പിന്നെ ഒന്ന് സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. എ ഡീസൽ ജനറേറ്റിംഗ് പ്ലാന്റ് റണ്ണിങ് ഓൺ 400 volt 50 Hz 3-phase low tension supply for 10 hours. The load comprises lighting load of 2.25 kilowatt at 0.9 power factor lagging on R phase, a heater load of 5 kilowatt at UPF on Y phase, and 3-phase squirrel cage induction motor drawing 5 kilowatt at 0.8 power factor lagging. What is the total energy consumption by the load? Total energy consumption വെച്ചത് എനർജി പറയുന്നത് പവറിൻ്റെ ടൈമാണ്. സോ 2.5 കിലോവാട്ടാണ് എൻ്റെ ലൈറ്റിംഗ് ലോഡ്. സോ 2.5. ദെൻ ഹീറ്റർ ലോഡ് 5. ദെൻ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ 5. സോ എത്രയായി? 12.5. എത്ര മണിക്കൂർ ഞാൻ ഓടിക്കുന്നുണ്ട്? 10 മണിക്കൂർ ഓടിക്കുന്നുണ്ട്. സോ 12.5 × 10 125 യൂണിറ്റ്. ഓക്കെ, അതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇത്രയേ ഉള്ളൂ സാധനം. പക്ഷേ പ്രശ്നം എന്താ അറിയോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഡീസൽ ജനറേറ്റിംഗ് പ്ലാന്റ് റണ്ണിങ് ഓൺ 400 volt 50 Hz 3-phase low tension. 3 ഫേസിലാണ് ഈ സാധനം ഓടുന്നത്. ജനറേറ്റിംഗ് 400 വോൾട്ടാണ്. ഞാൻ ചിലപ്പോൾ അതിനെ ഫേസ് വോൾട്ടേജിലേക്ക് മാറ്റേണ്ടി വരും. ദെൻ പവർ ഫാക്ടറൊക്കെ തന്നിട്ടുണ്ട്, ഞാൻ ചിലപ്പോൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ദെൻ ഇത് കുറേ ലോഡിന് സപ്ലൈ കൊടുക്കുകയാണല്ലോ ചെയ്യുന്നത്.
അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്തായാലും എനിക്ക് കിട്ടില്ല, ഓർട്ട് എന്ത് ചെയ്യും, പലരും വിടും. ദെൻ പവർ ഫാക്ടർ വളരെ ഡിഫറൻ്റ് ആണ്. ദെൻ ഓരോന്നും ഓരോ ഫേസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും, ഓക്കെ ഫേസിനെ ലൈനിലേക്കോ ഇതിനെ ഒരു സിംഗിൾ ഫേസിലൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കും. പക്ഷേ ഇതൊന്നും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. എന്താ, ഓൾറെഡി ഒരു ജനറേറ്റർ ഉണ്ട്. ഇതിൻ്റെ സെനാരിയോ ഞാൻ പറഞ്ഞുതരാം. ഒരു ഡീസൽ ജനറേറ്റർ കേട്ടോ, ഒരു ഡീസൽ ജനറേറ്റർ ഉണ്ട്. അതിൻ്റെ വോൾട്ടേജ് 400 വോൾട്ട്, 50 ഹെർട്സ്. ഓക്കെ, അത് 3 ഫേസ് ലോ ടെൻഷൻ സപ്ലൈ ആണ് കൊടുക്കുന്നത്. ഓക്കെ, 3 ഫേസിലാണ് കൊടുക്കുന്നത്. 3 ഫേസ് ലോ ടെൻഷൻ. ഓക്കെ, ലോ ടെൻഷൻ എന്തുകൊണ്ടാണ്, അത് 400 വോൾട്ടാണ്. സോ 230 ആയിരിക്കും അതിൻ്റെ പെർ ഫേസ് ഉണ്ടാവുക, 6/B. പക്ഷെ അതൊന്നും നമുക്ക് ബാധകമല്ല കേട്ടോ, ഇതൊന്നും നമുക്ക് ബാധകമല്ല. ഇനി ലോഡ് കംപ്രസൻസ് ലൈറ്റിംഗ് ലോഡ് 2.5 കിലോവാട്ട്, 0.9 പവർ ഫാക്ടർ, ലാഗിങ് ഓൺ, 6 ഫേസ്. സോ 6 ഫേസ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള ലോഡ് എത്രയാണ്? ഓക്കെ, ഇത് റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചേ. റെസിസ്റ്റൻസോ ഇൻഡക്റ്റൻസോ അതൊന്നും വാട്ടവർ, അതൊന്നും ഒരു വിഷയമല്ല. 2.5 കിലോവാട്ടാണ്. ദെൻ 0.9 പവർ ഫാക്ടറാണ്. ഇവിടെ പവർ ഫാക്ടർ നിങ്ങൾ കണക്ക് കൂട്ടണോ? വേണ്ട. പവർ ഫാക്ടർ എപ്പോഴാണ് കണക്ക് കൂട്ടേണ്ടത്? തന്നിരിക്കുന്നത് KVA-യിലാണെങ്കിൽ മാത്രം ആ KVA-നെ പവർ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് KW ആക്കേണ്ടി വരും അല്ലേ. KVA-യിൽ തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പവർ ഫാക്ടർ കണക്ക് കൂട്ടേണ്ട ആവശ്യമുള്ളൂ. KVA-യിൽ തരാത്തടത്തോളം കാലം പവർ ഫാക്ടർ നിങ്ങൾക്ക് വിഷയമല്ല. ഓക്കെ, ഇനി വൈഫേസിൽ ഏതാ? ഹീറ്റർ. ഓക്കെ, വൈഫേസിലുള്ളത് ഹീറ്ററാണ്. അതിൻ്റെ ലോഡ് എത്രയാണ്? 5 കിലോവാട്ട്. ഓക്കെ, 5 കിലോവാട്ട്. അത് UPF-ലാണ്. വാട്ടവർ ദി പവർ ഫാക്ടർ, എനിക്ക് വിഷയമല്ല. ഇനി ബി ഫേസിലോ ഒരു സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറുണ്ട്, 5 കിലോവാട്ടാണ്. അത് 0.8 പവർ ഫാക്ടറാണ്. പവർ ഫാക്ടർ എനിക്ക് വിഷയമല്ല, ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, യെസ്, ഞാൻ ലോഡ് കണക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു എർത്തിങ് പോയിന്റ് പോലെ ഞാൻ കാണിച്ചു വെച്ചോ. ഇനി വാട്ട് ഈസ് ദി ടോട്ടൽ എനർജി കൺസംഷൻ ബൈ ദി ലോഡ്? സോ പവർ കിട്ടി, ഇനി ടൈം എത്രയാണെന്നാണ് അറിയേണ്ടത്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ജനറേറ്റർ 10 മണിക്കൂർ നേരത്തേക്കാണ് ലോഡ് കൊടുക്കുന്നത് അല്ലേ, സപ്ലൈ കൊടുക്കുന്നത്. സോ ഈ എല്ലാ എക്യുപ്മെൻസും 10 മണിക്കൂർ നേരത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എത്ര എനർജി യൂസ് ചെയ്യും? പവർ ഇൻറ്റു ടൈം അല്ലേ എനർജി. പവർ പറഞ്ഞേ 5 + 5 + 2.5 12.5 അല്ലേ. 12.5 ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് അല്ലേ. സോ ലോഡ് എന്ന് പറയുന്നത് 12.5 കിലോവാട്ട്. ദെൻ ടൈമോ, ടൈം എന്ന് പറയുന്നത് 10 മണിക്കൂർ. സോ എനർജി എത്രയാണ്? എനർജി പവർ ഇൻറ്റു ടൈം അല്ലേ. പവർ ഇൻറ്റു ടൈം 12.5 × 10 125 കിലോവാട്ട് അവർ. കിലോവാട്ട് അവർ എന്ന് പറയുന്ന സാധനം തന്നെയല്ലേ യൂണിറ്റ് അല്ലേ. നിങ്ങളുടെ വീട്ടിൽ 100 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ സാധനം? അത് 100 കിലോവാട്ട് അവറാണ് അല്ലേ. 100 കിലോവാട്ട് അവറാണ്. സോ 125 യൂണിറ്റ് എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, 125 യൂണിറ്റ് എന്നുള്ളതാണ് ആൻസർ. അത്രയേ ഉള്ളൂ, സിമ്പിൾ. 1 മിനിറ്റ് കൊണ്ട് ആൻസർ കിട്ടും. ഇനി പവർ ഫാക്ടർ തന്നിരുന്നെങ്കിൽ പവർ ഫാക്ടർ എപ്പോഴാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സപ്പോസ് ഇവിടെ 2.5 കിലോവാട്ട് എന്നല്ല തന്നെ. 2.5 കിലോവാട്ട് തരുന്നതിന് പകരം ഓക്കെ 3 KVA ആണ് അതിൻ്റെ ലോഡ്. ഓക്കെ, അറ്റ് 0.9 PF തന്നു വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനെ ആക്റ്റീവ് പവർ ആക്കാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3 KVA × 0.9 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2.7 കിലോവാട്ട് കിട്ടും. ആ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യണമായിരുന്നു. ഇനി 5 കിലോവാട്ട് അറ്റ് UPF എന്നല്ല തന്നെ. അതിന് പകരം 5 KVA 5 KVA അറ്റ് UPF എന്ന് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിങ്ങൾ? യെസ്, ഇത് KVA ആണ്. കിലോവാട്ടിലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? 5 KVA × 1 UPF-ൻ്റെ 1 = 5 കിലോവാട്ട് എന്ന് ചെയ്യണമായിരുന്നു. ഇനി ഇത് കണ്ടോ, സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ 5 KVA അറ്റ് 0.8 പവർ ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ ആക്റ്റീവ് പവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആക്റ്റീവ് പവറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 5 × 0.8 എന്നുള്ള രീതിയിൽ 4 കിലോവാട്ട് എന്ന് ചെയ്യണമായിരുന്നു. അതെപ്പോൾ മാത്രമാണ് ചെയ്യേണ്ടത്? ഈ സാധനം തന്നത് KVA-യിൽ ആയിരുന്നെങ്കിൽ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്താണ് KVA, എന്താണ് KVAR, എന്താണ് KW എന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ സാധാരണയായിട്ട് പവറിനെ ആദ്യം പവർ ട്രയാങ്കിൾ വരയ്ക്കാം കേട്ടോ. ഇതാണ് പവർ ട്രയാങ്കിൾ. ഓക്കെ, യെസ്. പവർ ഫാക്ടർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. പവർ ഫാക്ടർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇതാണ് എൻ്റെ KVA, ഇത് KW, ഇത് KVAR. ഇത് റിയാക്റ്റീവ് പവറാണ് കേട്ടോ, റിയാക്റ്റീവ് പവർ. ഇത് ആക്റ്റീവ് പവർ. ഓക്കെ, ഇത് ആക്റ്റീവ് പവർ.
ഇത് എന്താണ്? അപ്പാരൻറ്റ് പവർ. ഓക്കെ, ഇത് അപ്പാരൻറ്റ് പവർ. മനസ്സിലാക്കുക, ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് പവർ എന്ന് പറയുന്നത് നമ്മുടെ അപ്പാരൻറ്റ് പവർ. ഓക്കെ, അപ്പാരൻറ്റ് പവർ ഇൻറ്റു പവർ ഫാക്ടറാണ് കേട്ടോ. അപ്പാരൻറ്റ് പവർ ഇൻറ്റു കോസ് ഫൈ ആണ്. ഇനി റിയാക്റ്റീവ് പവറോ? റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത് നമ്മുടെ അപ്പാരൻറ്റ് പവർ ഇൻറ്റു സൈൻ ഫൈ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇൻറ്റു സൈൻ ഫൈ ആണെന്ന് മനസ്സിലാക്കുക. ഫൈ എന്താ? ഫൈ ആണ് നമ്മുടെ പവർ ഫാക്ടറിൻ്റെ ആംഗിൾ ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് അപ്പാരൻറ്റ് പവർ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് പവർ ഫാക്ടർ ആംഗിൾ. അപ്പോൾ പവർ ഫാക്ടർ എന്താ? കോസ് ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ അപ്പാരൻറ്റ് പവർ ആൻഡ് ആക്റ്റീവ് പവർ. ആ രീതിയിൽ മനസ്സിലാക്കുക. സോ പോരെ? യെസ്, കുറേയധികം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കുറേയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ എഴുതിയെടുക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, തെർമൽ പവർ പ്ലാന്റ് വേണ്ടി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിർബന്ധമായിട്ടും മേലെ ഞാനൊരു പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടാവും. അത് ഫസ്റ്റ് വീഡിയോ മുതൽ കാണുക കേട്ടോ. നിങ്ങളുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, മറ്റേത് പരീക്ഷയായിക്കോട്ടെ, ഇലക്ട്രിക്കലിൻ്റെ ഏത് പരീക്ഷയുമായിക്കോട്ടെ, പഠിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ഈ ചാനൽ പരമാവധി ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, ഈ ചാനൽ കൂടി നമ്മൾ സൗജന്യമായിട്ട്, ഞാൻ വീണ്ടും പറയുകയാണ്, കുറേയധികം കമൻസുകളൊക്കെ വന്നുകൊണ്ടാണ്, ഈ ചാനലിൽ കൂടി നമ്മൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ടിപ്സ്, ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ടെക്സ്റ്റ് ബുക്കുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തികച്ചും സൗജന്യമായിട്ടായിരിക്കും ഈ ഒരു ക്ലാസ് കൂടി കൊടുക്കുന്നത്. ഞാൻ മനസ്സിലാക്കുക, ഇതൊരിക്കലും ഒരു കംപ്ലീറ്റ് പാക്കേജ് അല്ല. ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഒരു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു 200-300 മണിക്കൂർ ക്ലാസ് ഒരിക്കലും എനിക്ക് യൂട്യൂബിൽ കൂടി ഒരൊറ്റ ഫാക്കൽറ്റിക്ക് തരാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്താണ്? യെസ്, എങ്ങനെ പഠിക്കാം, എന്തൊക്കെ പഠിക്കണം, ഏത് രീതിയിൽ പഠിക്കണം, അങ്ങനെയുള്ള ഗൈഡൻസ്. ഓക്കെ, ആ ഗൈഡൻസ് മാത്രമാണ് ഈ ഒരു ചാനൽ കൂടി തരുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാവാത്തവർ താഴെ കമൻറ്റ് ചെയ്യാറുണ്ട്, ഇങ്ങനെ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഫ്രീ അല്ലാതെ സാറ് പേയ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എത്തിക്സ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാനത് കാര്യമാക്കുന്നില്ല. വീഡിയോ കൃത്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ഉദ്ദേശിച്ചത്, അല്ലേ? യെസ്. സോ ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയുന്നില്ല ഞാൻ എൻ്റെ ഈ ഒരു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് എടുത്തിരുന്നതല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരും. ആ പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാക്കി തരും. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സുകൾ കാര്യങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, സോ ഈ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇത് പരമാവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞിട്ട് തന്നെ ഞാൻ നിർത്തും. ആദ്യം ഞാൻ വെറും PYQ സീരീസ് മാത്രമേ വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 10 മൊഡ്യൂളും കവർ ചെയ്യുന്ന രീതിയിൽ PYQ സീരീസ് നിങ്ങൾക്ക് തരണമെന്നാണ് വിചാരിച്ചിരുന്നത്. ഇനി അങ്ങനെയല്ല, കുറച്ചും കൂടി സാധനങ്ങൾ, അതായത് കുറച്ചും കൂടി മെറ്റീരിയൽസ്, കണ്ടൻറ്റുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് ബോക്സ് എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം കൊണ്ട് വാരി വിതറുക. സോ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്